ഹായ്, ഇന്ന് ചക്കക്കുരു മുരിങ്ങയില മെഴുക്ക് വരട്ടിയാണ് കേട്ടോ. അപ്പോൾ ചക്കക്കുരു ഞാൻ വൃത്തിയാക്കിയിട്ട് ഉപ്പൊക്കെ ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുരിങ്ങയില സംഘടിപ്പിക്കാം. മുരിങ്ങയില എൻ്റെ ഫാമിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഞാൻ പറിക്കണേ. ഞാൻ ചട്ടിയിൽ മുരിങ്ങ കമ്പ് വെച്ചു. അതിങ്ങനെ വളർന്ന് പോയി, ഒരുപാട് ഉയരത്തിൽ വളർന്നു. അപ്പോൾ അതൊന്ന് വെട്ടാമെന്ന് വിചാരിച്ചു. അപ്പോഴല്ലേ ഇപ്പം മഴയൊക്കെ തുടങ്ങിയല്ലോ, അപ്പം നന്നായി തളിർത്ത് പുതിയ ഇലകൾ വരുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് ഞാൻ അതിൻ്റെ കട വെച്ച് വെട്ടി. ഇന്ന് ആ മുരിങ്ങയില വെച്ചാണ് നമ്മൾ ചക്കക്കുരു മുരിങ്ങയിലയും ഉപ്പേരി ഉണ്ടാക്കുന്നത്, തൃശ്ശൂർക്കാരുടെ ഉപ്പേരി. അപ്പോൾ നമുക്ക് മുരിങ്ങയൊക്കെ മുറിച്ച് അതിൻ്റെ ഇല എടുക്കാം. അങ്ങനെ നമ്മൾ ഒരു മുരിങ്ങ മുറിച്ചു, അതിൽ കുറച്ച് ഇലയുണ്ട്. ഇനി നമ്മുടെ അടുത്ത മുരിങ്ങയും കൂടെ നമുക്ക് മുറിക്കാം. നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ മുറിച്ചെടുക്കാൻ. കുറേ ബുദ്ധിമുട്ടിയിട്ടായാലും നമ്മൾ രണ്ടാമത്തെ മുരിങ്ങയെ മുറിച്ചു. ഇത് രണ്ടും കൂടെ നമുക്ക് അത്യാവശ്യത്തിന് ചക്കക്കുരുവിലിടാനുള്ള ഇലയായി. ഇനി വെട്ടിയ കമ്പിൽ നമുക്ക് പ്ലാസ്റ്റിക് ഇട്ട് വെക്കാം. കാരണം വെള്ളം ഇറങ്ങിയാൽ അത് ചീഞ്ഞു പോകുമെന്നാണ് പറയണത്. ഒരു ചെറിയ ഗാലറിയാണ് നമുക്കുള്ളത്. അതിനകത്ത് നമ്മൾ അത്യാവശ്യം പ്ലാന്റ്സും വെജിറ്റബിൾസൊക്കെ വയ്ക്കുന്നുണ്ട്. പനിക്കൂർക്കയുണ്ട്, മലബാർ സ്പിനാച്ച് ഉണ്ട്, കോവൽ, ടൊമാറ്റോ, അങ്ങനെ പിന്നെ കുറച്ച് ചെടികൾ എല്ലാം ഉണ്ട്. ഇത്രയൊക്കെയാണ് നമ്മുടെ ഗാലറി ഫാമിങ്ങിലുള്ളത്. പിന്നെ കറിവേപ്പും ലെമണിൻ്റെ ചെടിയൊക്കെ ഉണ്ട് കേട്ടോ, അത് വേറെ സ്ഥലത്താണ്. ഇനി മുരിങ്ങയിലയൊക്കെ വൃത്തിയാക്കി കഴുകി നമുക്ക് ചക്കക്കുരുവിൽ ഇട്ട് കൊടുക്കാം. മുരിങ്ങയിലയുടെ ഹെൽത്ത് ബെനിഫിറ്റ് എല്ലാവർക്കും അറിയാതിരിക്കാം, എന്നാലും പറയാം. ധാരാളം വിറ്റാമിനും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയ ഒരു ലീഫി വെജിറ്റബിളാണ് മുരിങ്ങയില. മുരിങ്ങയില ഇപ്പോൾ വെയിലത്തുണക്കി പൗഡറാക്കിയിട്ട് മാർക്കറ്റുകളിലൊക്കെ വാങ്ങാനും കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ പൗഡറിൽ നിന്ന് ഒരു സ്പൂൺ ഇട്ട് കൊടുത്ത മുരിങ്ങയിലയുടെ വിറ്റാമിനൊക്കെ നമുക്ക് കിട്ടും. നമുക്കിത് വീട്ടിലും ചെയ്തെടുക്കാം. ഇല പറിച്ച് കഴുകി വൃത്തിയാക്കി നല്ല വെയിലത്തിട്ട് ഉണക്കി പൊടിച്ച് ഡബ്ബയിലിട്ട് വെച്ചാൽ മതി. കണ്ണിന് വളരെ നല്ലതാണ് മുരിങ്ങയില കഴിക്കുന്നത്. പിന്നെ കൊളസ്ട്രോൾ ലെവലും BP, ഷുഗർ ഇതൊക്കെ കുറയാനും നല്ലതാണ് റെഗുലറായി യൂസ് ചെയ്താന്നാണ് പറയണേ. പിന്നെ മുലയൂട്ടുന്ന അമ്മമാർക്ക് മുലപ്പാൽ കൂടുതലുണ്ടാവാൻ ഈ മുരിങ്ങയില തോരൻ വെച്ച് കൊടുക്കാറുണ്ട്. എനിക്കൊക്കെ എൻ്റെ അമ്മ തന്നിട്ടുണ്ട് മുരിങ്ങയില തോരൻ വെച്ച് തേങ്ങ ചിരകിയിട്ടിട്ട്. കുട്ടികളിലുണ്ടാകുന്ന വിളർച്ചയൊക്കെ ഈ മുരിങ്ങയില സൂപ്പാക്കിയിട്ടോ വേറെ രീതിയിൽ കറി വെച്ചിട്ടൊക്കെ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണെന്നാണ് പറയണത്. അപ്പോൾ എല്ലാം കൊണ്ടും മുരിങ്ങയില ഒരു നല്ല ലീഫി വെജിറ്റബിളാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലുള്ള അതുകൊണ്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് കറി വെച്ചോ തോരൻ വെച്ചോ ഒക്കെ കഴിക്കണം. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഉള്ളി ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഉള്ളി
ജസ്റ്റ് ഒന്ന് വഴന്നു വരുമ്പോൾ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് ആണ്, അതായത് കുത്തിപ്പൊടിച്ച മുളകാണ് ചേർക്കേണ്ടത്. ഇപ്പോൾ അത് കഴിഞ്ഞിരിക്കുകയാണ്, അത് കാരണം ഞാൻ പൊടി തന്നെയാണ് ഇടുന്നത്. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് മുരിങ്ങയിലേക്ക് ആവശ്യമായ അത്ര ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായി വഴന്നു വന്നു. ഇനി നമുക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഒന്ന് അടച്ചു വെച്ച് ഈ മുരിങ്ങയില ഒന്ന് വേവിച്ചെടുക്കാം. മുരിങ്ങയില അങ്ങനെ വെന്തു. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചക്കക്കുരു ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കി അതിൽ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ നമ്മുടെ ചക്കക്കുരു മുരിങ്ങയില ഉപ്പേരി റെഡിയായി. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത്, ഇപ്പം ചക്കക്കുരുവിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് വറ്റി വരട്ടെ. ഇങ്ങനെ വെച്ച് സൂപ്പ് ഉണ്ടാക്കിയാലും അടിപൊളിയാട്ടോ. അങ്ങനെ നമ്മുടെ ചക്കക്കുരു മുരിങ്ങയില ഉപ്പേരി ഒരുവിധം റെഡി ആയിക്കാണ്. ഇനി നമുക്കിത് ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം, ഫീഡ്ബാക്ക് അറിയിക്കണം.